Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa natubu ilayh. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu. أشهد أن محمدًا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബജീവിതം മധുരകരവും ആസ്വാദകരവും ആനന്ദകരവുമാക്കി തീർക്കാൻ കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ എന്ന നിലക്ക് മക്കളോടുള്ള ബാധ്യതകളും ഭർത്താക്കന്മാർ ഭാര്യമാരോട് ചെയ്യേണ്ട കടപ്പാടുകളെ കുറിച്ചുമാണ് കഴിഞ്ഞ 2 ആഴ്ചകളിലായി നാം സംസാരിച്ചത്. വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കുടുംബജീവിതം അത് വലിയ സന്തോഷവും സമാധാനവും ഒക്കെ ജീവിതത്തിൽ നൽകുന്ന ഒന്നാണ്. അതിൽ മൂന്നാമതായി നമ്മുടെ സംസാരത്തിൽ വരേണ്ട ഒരു ഭാഗം ഭാര്യമാർ ഭർത്താക്കന്മാരോട് ചെയ്യേണ്ട കടമകളെ കുറിച്ചും കടപ്പാടുകളെ കുറിച്ചുമാണ്. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുൻപിൽ ഭാര്യയും ഭർത്താവും മക്കളുമായി ജീവിക്കുന്ന ഓരോരുത്തരും ആ ജീവിതത്തിൽ അവർ നിർവഹിച്ച ബാധ്യതകളെ കുറിച്ചും കടപ്പാടുകളെ കുറിച്ചുമൊക്കെ വളരെ കൃത്യമായി അള്ളാഹുവിന്റെ വിചാരണക്ക് ഉത്തരം പറയേണ്ടി വരുമെന്ന ബോധ്യത്തോടു കൂടിയാണ് ഓരോ പുരുഷനും ഓരോ സ്ത്രീയും ഓരോ മക്കളും ഓരോ മരുമക്കളും ഓരോ ഉമ്മയും ഓരോ അമ്മായിമ്മയും ഒക്കെ ജീവിതത്തിൽ ജീവിക്കേണ്ടത്. എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമായിക്കൊണ്ട് നമസ്കാരം മാത്രം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാം എന്ന ഒരു ചിന്ത ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നേയില്ല. നമസ്കാരത്തിന്റെ കൂടെ, സക്കാത്തിന്റെ കൂടെ, നോമ്പിന്റെ കൂടെ, തഹജ്ജുദ് നമസ്കാരത്തിന്റെയും സുന്നത്ത് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണത്തിന്റെയും ഒക്കെ കൂടെ തന്നെ
ജീവിതത്തിൽ നിർബന്ധമായി നിർവഹിക്കേണ്ട ബാധ്യതകളെക്കുറിച്ചും കടപ്പാടുകളെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ചോദിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുന്നുണ്ട്, അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി ഇത്നാൻ. നാളെ പരലോകത്ത് കഠിനമായ വിചാരണയ്ക്ക് വിധേയമാക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഇംറഅത്തുൻ അസത്ത് സൗജഹ, തന്റെ ഭർത്താവിനെ താൻ ചോദിച്ച മഹർ ഭർത്താവിൽ നിന്ന് വാങ്ങി താങ്കളുടെ ഇണയായി തുണയായി താങ്കളുടെ സംരക്ഷണത്തിൽ താങ്കൾക്ക് സമാധാനം നൽകാൻ ഞാൻ താങ്കളുടെ കൂടെ ഉണ്ടാകുമെന്ന വാക്ക് നൽകി ജീവിതം തുടങ്ങിയ ഒരു ഭാര്യ, ആ ഭാര്യയെ നാളെ പരലോകത്ത് അല്ലാഹു ചോദ്യം ചെയ്യും. എങ്ങനെയാണെങ്കിൽ അസത്ത് സൗജഹ, തന്റെ ഭർത്താവിനെ ധിക്കരിച്ച, തന്റെ ഭർത്താവിനെ അനുസരിക്കാത്ത, എല്ലാം എന്റെ ഇഷ്ടങ്ങളാണ്, എന്റെ ചോയ്സാണ്, ഞാനാണ് എന്റെ എല്ലാ കാര്യവും തീരുമാനിക്കുക എന്ന് പറഞ്ഞ് ജീവിതത്തിൽ ഭർത്താവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ച ഒരു ഭാര്യയെ അല്ലാഹു ചോദ്യം ചെയ്യും. അതെങ്ങനെയാണ് ആ ചോദ്യം? അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ, കഠിനമായ വിചാരണയാണ്. രണ്ടാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാമു ഖൗമിൻ വഹും ലഹു കാരിഹൂൻ, ആളുകൾക്ക് താല്പര്യമില്ലാത്ത നേതാക്കന്മാർ. ഒരാൾക്കും നേതാവ് എന്ന നിലക്ക് ആ മനുഷ്യനെ താല്പര്യമില്ല, എന്നാൽ അയാളുടെ പിടിവാശി കൊണ്ട്, അയാളുടെ സ്വേച്ഛാധിപത്യം കൊണ്ട്, അയാളുടെ അധികാരത്തിന്റെ ഗർവ് കൊണ്ട് ആ അധികാരത്തിൽ പിടിച്ചു നിൽക്കുന്നവർ ആളുകൾക്ക് താല്പര്യമില്ല. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കഠിനമായ വിചാരണക്ക് വിധേയമാകേണ്ടി വരുമെന്നാണ്. ഇതിൽ ഒന്നാമതായി കൊണ്ട് സൂചിപ്പിച്ചത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ഭർത്താവിനെ അനുസരിക്കാത്ത, ഭർത്താവിനെ ധിക്കരിക്കുന്ന ഭാര്യമാർ നാളെ പരലോകത്ത് കഠിനമായ വിചാരണക്ക് വിധേയരാകേണ്ടി വരും. അവർ വളരെ കൃത്യമായ നമസ്കാരം നിർവഹിക്കുന്നവരാണെങ്കിലും, അവർ വിശുദ്ധ ഖുർആൻ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നവരാണെങ്കിലും, അവർ ഇസ്ലാമികമായ പ്രബോധന ക്ലാസുകളിൽ വളരെ നിരന്തരമായി അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിലും ശരി, തന്റെ കൂടെ കഴിയുന്ന ഒരാൾക്ക് സ്വസ്ഥതയും സമാധാനവും ശാന്തിയും മനസ്സമാധാനവും പ്രേമവും അനുരാഗവും സ്നേഹവും നൽകാൻ കഴിയാത്ത ഒരു സ്ത്രീ, അവളെ നാളെ പരലോകത്ത് അള്ളാഹു വിചാരണ ചെയ്യുമെന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി ഒരു ഭാര്യ എങ്ങനെയാകണം, ഒരു ഇണ എങ്ങനെയാകണം, ഒരു തുണയാകണം എങ്ങനെയാകണം എന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. അതിന്റെ ഒരു ഭാഗം കഴിഞ്ഞ ഖുതുബയിൽ പൂർണ്ണമായി നാം സൂചിപ്പിച്ചു. ഭർത്താക്കന്മാരായ പുരുഷന്മാർ ഭാര്യമാരോട് എങ്ങനെയാകണം എന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒരു സ്ത്രീയുടെ പ്രത്യേകതയെ കുറിച്ച്, ഒരു ഭാര്യയുടെ പ്രത്യേകതയെ കുറിച്ച്, ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്നത് ഖാനിതാത്തുൻ, അവൾ ഭർത്താവിനെ അനുസരിക്കുന്നവളാണ് എന്നതാണ്. ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, ഒരു ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ എന്തൊക്കെയാണ് ആ ഭാര്യ സംരക്ഷിക്കേണ്ടത്, അതെല്ലാം സംരക്ഷിക്കുന്നവളാണ് അവൾ. അവളുടെ ശരീരം സംരക്ഷിക്കുന്നവളാണ്, ഭർത്താവിന്റെ സമ്പത്ത് സംരക്ഷിക്കുന്നവളാണ് എന്ന് തുടങ്ങി കുടുംബത്തിന്റെ എല്ലാ കാര്യവും സംരക്ഷിക്കുന്നവൾ, അതിൽ നല്ല കാഴ്ചപ്പാടും ചിന്തയുമുള്ള ഒരു ഭാര്യയാകണം ഒരു പെണ്ണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലൂടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കുടുംബ ജീവിതത്തിൽ ഒരു പെണ്ണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യത എന്നത്, കടപ്പാട് എന്നത് ഭർത്താവിനെ അനുസരിക്കുക എന്നതാണ്. ഒരു സ്ത്രീയുടെ, ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിയുന്നതോടുകൂടെ ആ പെൺകുട്ടിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പാട് അവളുടെ ഭർത്താവിനോടാണ്. അവളുടെ പിതാവിനോടുണ്ട്, അവളുടെ മാതാവിനോടുണ്ട്, അവളുടെ സഹോദരങ്ങളോടുണ്ട്, അവളുടെ കുടുംബത്തിനോടുണ്ട്. അതിനേക്കാൾ വലിയ ബാധ്യതയും കടപ്പാടും ഒരു പെണ്ണിന്റെ വിവാഹം കഴിയുന്നതോടുകൂടെ അവളുടെ ഭർത്താവിനോടാണ്. പിന്നെ ഭർത്താവിനോടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും പല കുടുംബങ്ങളിലും തുടങ്ങുന്നത്, എന്റെ സഹോദരൻ, എന്റെ ആങ്ങള ഈ വിഷയത്തിൽ ഇന്ന അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ആ അഭിപ്രായം ആരുടെ അഭിപ്രായത്തിനെതിരായിരിക്കും? ഭർത്താവിന്റെ അഭിപ്രായത്തിനെതിരായിരിക്കും. അതിന്റെ പേരിൽ കുടുംബത്തിൽ കലഹിക്കുന്നവരുണ്ട്. എന്റെ ബാപ്പ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അതിന്റെ പേരിൽ ഭർത്താക്കന്മാരോട് കലഹിക്കുന്നവരുണ്ട്. എന്റെ ഉമ്മ
നിങ്ങളുടെ വീട്ടിൽ എന്നോട് ഇങ്ങനെയും ഒക്കെയാണ് നിൽക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഉമ്മയെ എനിക്ക് ഇങ്ങനെയൊക്കെ നോക്കാൻ കഴിയുള്ളൂ, നിങ്ങളുടെ ഉപ്പയോട് ഞാൻ ഇങ്ങനെയൊക്കെയോ പെരുമാറുള്ളൂ, നിങ്ങളുടെ കുടുംബത്തോട് എനിക്ക് ഇങ്ങനെയൊക്കെ സഹവർത്തിത്വം പുലർത്താൻ സാധിക്കുകയുള്ളൂ. കാരണം അങ്ങനെയാണ് എന്റെ ബാപ്പ പറഞ്ഞിട്ടുള്ളത്, അങ്ങനെയാണ് എന്റെ ഉമ്മ പറഞ്ഞിട്ടുള്ളത്, അങ്ങനെയാണ് എന്നെ കെട്ടിച്ചയച്ചപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത് എന്നൊന്നും ഒരു പെണ്ണിന് പറയാൻ പറ്റൂല. ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ കടപ്പാടും ബാധ്യതയും അവളുടെ വിവാഹം കഴിയുന്നതോടുകൂടെ അവളുടെ ഭർത്താവിനോടാണ് എന്നത് അടിവരയിട്ടുകൊണ്ട് ഓരോ സ്ത്രീകളും മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അനുസരിക്കുക എന്നത്, ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കുക എന്നതാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അതിന് പിന്നെ ചോദ്യങ്ങളില്ല. അവളുടെ ഹറാമായ നിഷിദ്ധമായ ഒരു കാര്യം പറഞ്ഞാൽ ഒരു പെണ്ണ് കേൾക്കേണ്ടതില്ല. എന്നാൽ അനുവദനീയമായ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ സമത്വത്തെക്കുറിച്ച്, അതിൽ നീതിയെക്കുറിച്ച്, അതിൽ പുതിയ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന അപകടകരമായ ചില പുരോഗമന കാഴ്ചപ്പാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം കുളമാകും, കുടുംബത്തിൽ മനസ്സമാധാനം നഷ്ടപ്പെടും, ആ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകും, ആ കുടുംബത്തിൽ വളരുന്ന മക്കൾ അവർ വഴികേടിലാകും. അതുകൊണ്ട് ഭാര്യയെ സംരക്ഷിക്കുന്ന, ഭാര്യയെ റെസ്പെക്ട് ചെയ്യുന്ന, ഭാര്യയുടെ കാര്യങ്ങൾ വളരെ കൃത്യമായി നോക്കുന്ന ഒരു ഭർത്താവും ആ ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു ഭാര്യയുമായി കുടുംബം മാറിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ മക്കൾ നന്നാകും, ആ കുടുംബത്തിലെ മക്കൾ മാതൃകയുള്ളവരായിത്തീരും. എന്തെങ്കിലും വല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് മുറിക്കകത്ത്, റൂമിനകത്ത് വെച്ചുകൊണ്ട് മക്കൾ കേൾക്കാതെ, അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ചർച്ച ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് അനുസരിക്കുക, ഭാര്യയെ ഭർത്താവിനെ അനുസരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പെണ്ണിന്റെ ക്വാളിറ്റിയായി മതം പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തേത്, അവൾ സംരക്ഷിക്കേണ്ടതാണ് അവളുടെ വീട്, അവളുടെ കുടുംബം, അവളുടെ മക്കൾ, ആ ഭർത്താവിന് വേണ്ട ഭക്ഷണം, ആ രൂപത്തിലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അവളുടെ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്വത്തെ കുറിച്ച് അള്ളാഹു നാളെ പരലോകത്ത് ചോദിക്കും. ഒരാണിനോട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച്, കുടുംബത്തെ കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും. അവളെ സംരക്ഷിച്ചതിനെ കുറിച്ചുണ്ടാകും, അവളെ റെസ്പെക്ട് ചെയ്തതിനെ കുറിച്ചുണ്ടാകും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ഒരു പെണ്ണ് എന്നത് കുടുംബത്തിന്റെ ഉത്തരവാദിത്തമുള്ളവളാണ്. ഗൾഫിലേക്ക് പോകുന്ന പ്രവാസികളാകുന്ന ഭർത്താക്കന്മാർ ഭാര്യയെ പിരിഞ്ഞ് 1-2 വർഷം അവിടെ കഴിയാനുള്ള ആഗ്രഹം കൊണ്ട് പോകുന്നതല്ല, മറിച്ച് ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഈ പെണ്ണ്, അവളെ പോറ്റാൻ, എന്റെ മക്കളെ പോറ്റാൻ ഞാൻ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ഗൾഫിലേക്ക് പോയാലും, മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചാലും, എന്റെ മക്കൾക്ക് സംസ്കാരം നൽകാൻ, എന്റെ മക്കളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ, എന്റെ മക്കൾക്ക് ഇസ്ലാമിലെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുക്കാൻ, പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ പള്ളിയിലേക്ക് പറഞ്ഞയക്കാൻ അതിന് കഴിയുന്ന പ്രാപ്തിയുള്ള, ഈമാനുള്ള, തഖ്വയുള്ള ഭാര്യയാണ് എന്റെ ഭാര്യ എന്ന് ഓരോ പുരുഷനും ഒരു പെണ്ണിനെ കുറിച്ച് പറയാൻ കഴിയുമ്പോഴാണ് ആ പെണ്ണ് ഉത്തരവാദിത്വം നിറവേറ്റുന്നത്. അതുകൊണ്ട് വീടിന്റെ കാര്യം പെണ്ണ് നോക്കണം, കുടുംബത്തിന്റെ കാര്യം ഈ സ്ത്രീ നോക്കണം, മക്കളുടെ കാര്യം ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ അവൾ ശ്രദ്ധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി മതം പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തേത്, ഭർത്താക്കന്മാരുടെ ഇഷ്ടങ്ങൾ അറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാര്യമാരുടെ ഇഷ്ടങ്ങൾ അറിയണം, നാം സൂചിപ്പിച്ചു കഴിഞ്ഞു. ഭർത്താക്കന്മാരുടെ ഇഷ്ടങ്ങൾ അറിയണം. 15 കൊല്ലം, 20 കൊല്ലം, 25 കൊല്ലം കഴിഞ്ഞിട്ടും തന്റെ ഭർത്താവിന് വേണ്ട നല്ല ഭക്ഷണം ഏതാണ്? തന്റെ ഭർത്താവ് യാത്ര കഴിഞ്ഞു വന്നാൽ തന്റെ ഭർത്താവിന് വേണ്ടത് ചായയാണോ, വെള്ളമാണോ, തണുത്തതാണോ, ചൂടുള്ളതാണോ എന്നതൊക്കെ ഒരു പെണ്ണിനറിയണം. അത് കണ്ടറിഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ വസ്ത്രത്തെക്കുറിച്ച്, ഭർത്താവിന്റെ ഭക്ഷണത്തെക്കുറിച്ച്, ഭർത്താവിന് നൽകേണ്ട വെള്ളത്തെക്കുറിച്ച്, ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട ആവശ്യങ്ങളെ കുറിച്ച് കണ്ടറിയാൻ ഒരു സ്ത്രീക്ക് കഴിയണം എന്നാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ അവസാനിപ്പിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇദാ ദഅ റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി, ഒരു പുരുഷൻ അവന്റെ ഭാര്യയെ അവന്റെ വിരിപ്പിലേക്ക് ക്ഷണിച്ചാൽ ഫഅബത്, അവളത് വിസമ്മതിച്ചു. അവൾക്ക് പല കാരണങ്ങളുണ്ടാകാം. അവളത് വിസമ്മതിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അൻ തജീഅ ലഅനതഹൽ മലായികതു ഹത്താ തുസ്ബിഹ. ഭർത്താവിന്റെ അടുത്തേക്ക് ചെല്ലാൻ വിസമ്മതിക്കുന്ന ഒരു ഭാര്യ, ആ ഭാര്യയെ നേരം വെളുക്കുവോളം അള്ളാഹുവിന്റെ മാലാഖമാർ ശപിക്കുമെന്നാണ്. അപ്പോൾ ഭർത്താവിന്റെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് നിർവഹിച്ചു കൊടുക്കുക എന്നത് ഒരു പെണ്ണിന്റെ, ഒരു സ്ത്രീയുടെ ബാധ്യതയാണ്, കടപ്പാടാണ് എന്ന് വളരെ പ്രാധാന്യത്തോടുകൂടി മതം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇഷ്ടങ്ങൾ അറിയാൻ, ഭർത്താക്കന്മാരുടെ ഇഷ്ടങ്ങൾ അറിയുക എന്നത് ഒരു പെണ്ണിന്റെ ക്വാളിറ്റിയാകണം. മൂന്നാമതായിക്കൊണ്ട് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ആശ്വാസം പകരുന്നവളാകണം. നാം സൂചിപ്പിച്ചല്ലോ, കുടുംബം എന്ന് പറഞ്ഞാൽ അത് കോടതി മുറിയല്ല. ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, ചോദ്യത്തിന് ഉത്തരം പറയുക, സംസാരിക്കാൻ താല്പര്യമില്ലാതാകുക എന്നതല്ല. കുടുംബം എന്നത് ശാന്തിയുടെ ഉറവിടമാണ്. അതുകൊണ്ടാണ് ഈ പള്ളിക്കും കെട്ടിടങ്ങൾക്കും ഒന്നുമില്ലാത്ത ഒരു പേര് വീടിനുണ്ടായത്. ആ വീടിന്റെ പേര് മസ്കൻ എന്നാണ്, ശാന്തിയുടെ ഉറവിടം എന്നാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനെ സംരക്ഷിക്കുക എന്നത് പുരുഷന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് പുരുഷൻ കഷ്ടപ്പെടണം, അവൻ ബിസിനസ്സിൽ ഏർപ്പെടണം, അവൻ അങ്ങാടികളിലൂടെ പോകണം. തങ്ങളുടെ കച്ചവടവുമായി മഴയും വെയിലും വകവെക്കാതെ അവൻ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം. അതിനിടയിൽ കുറെ ടെൻഷനുകൾ അവന്റെ കച്ചവടത്തിൽ അവനുണ്ടാകും, അവന്റെ കൂട്ടുകാരിൽ നിന്നുണ്ടാകും, സമൂഹത്തിൽ നിന്നുണ്ടാകും, നാട്ടിൽ നിന്നുണ്ടാകും. പിന്നെ ആശ്വാസത്തിന്റെ കേന്ദ്രമേതാണ്? ആശ്വാസത്തിന്റെ കേന്ദ്രം അത് വീടാണ്. ആ വീട്ടിലേക്ക് വരാൻ ഒരു പുരുഷന് തോന്നണം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും, എനിക്കെന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ എന്റെ വീട്ടിലേക്ക് ചെന്നാൽ എന്റെ ടെൻഷന് പരിഹാരം എന്റെ ഭാര്യയുടെ അടുത്തുണ്ടാകും എന്നൊരു പുരുഷന് തോന്നണം. അതല്ലെങ്കിലോ ഇനി അവിടെ ചെന്നാൽ മക്കളുടെ കുറെ പ്രശ്നം, ഇനി അവിടെ ചെന്നാൽ അവളുടെ കുറെ സംസാരം, ഇനി അവിടെ ചെന്നാൽ ഇതിനേക്കാൾ വലിയ പുകില് എന്നാകരുത്. മറിച്ചോ വീട് ആശ്വാസത്തിന്റെ കേന്ദ്രമാകണം. അതാണ് ഖുർആൻ പറഞ്ഞത്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ. കുടുംബം എന്നത്, വീട് എന്നത്, വിവാഹം എന്നത്, ഭാര്യ ഭർത്താവായി ജീവിക്കുക എന്നത് ലിതസ്കുനു ഇലൈഹാ, അത് സമാധാനത്തിനു വേണ്ടിയാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, കുടുംബ ജീവിതത്തിൽ ഇഷ്ടവും കാരുണ്യവും ഉണ്ടാകും എന്ന് ഖുർആൻ പറയാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് ആശ്വാസം പകരുന്നവളാകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം തന്റെ ഭാര്യയുടെ, അതല്ലെങ്കിൽ തന്റെ ഭർത്താവിന്റെ തണുത്തുപോയ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് വിങ്ങിപ്പൊട്ടി ഇരിക്കുകയും ഖബറിനടുത്ത് പോയി കരയുകയും ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ കുളിരു പകരാൻ, സന്തോഷം പകരാൻ, സമാധാനം പകരാൻ, മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷവും അതിനെക്കുറിച്ചോർക്കാൻ ഭർത്താക്കന്മാർക്ക് കഴിയണം. അതാണ് 25 വയസ്സിൽ 40 വയസ്സായ ഖദീജ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ വിവാഹം കഴിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു പോയി. ബാക്കിയുള്ള ഭാര്യമാരോട് പോലും പ്രവാചകൻ സംസാരിച്ചിരുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മേന്മയെ കുറിച്ചായിരുന്നു. അതെന്താണ് കാരണം? ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ജീവിതത്തിൽ കുളിരായിരുന്നു, സമാധാനമായിരുന്നു, ശാന്തിയായിരുന്നു, സ്വസ്ഥതയായിരുന്നു, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിരുന്നു. അതിന് കഴിയണം. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ ഹിറാ ഗുഹയിലേക്ക് പോയി. ഹിറാ ഗുഹയിലേക്ക് നിരന്തരമായി എല്ലാ ദിവസവും പോകുന്നു. അവിടേക്ക് പോയ ആളുകൾക്കറിയാം എത്ര ദൂരം സഞ്ചരിക്കണം അങ്ങോട്ട്. മക്കയും മദീനവും പോയി കഴിഞ്ഞാലും പ്രത്യേക പുണ്യമൊന്നും ഇല്ലെങ്കിലും ചില ആളുകളൊക്കെ അതിന് മുകളിലേക്ക് കയറും, ഹിറാ ഗുഹയിലേക്ക്. പക്ഷെ ചില ആളുകൾക്ക് കയറാൻ കഴിയൂല, അത്ര ദൂരം പോകണം. അത്ര ദൂരം അള്ളാഹുവിന്റെ പ്രവാചകൻ സഞ്ചരിക്കുകയാണ് ഓരോ ദിവസവും. എന്തിനാണെന്നൊന്നും ഭാര്യയോട് പറയുന്നില്ല. ഒരു ദിവസം പേടിച്ച് വിറച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായ വിശുദ്ധ ഖുർആൻ അവതീർണമാക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. അത് കണ്ട് പ്രവാചകൻ പേടിച്ചു വിറച്ച് വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് എന്താ വീട്ടിൽ വന്ന് പറഞ്ഞത്? സമ്മിലൂനി യാ ഖദീജ, ഖദീജ എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടൂ എന്നാണ്. അതിന് മറുപടി പിന്നെ എപ്പോഴാ ഖദീജ ബീവി ചോദിച്ചതെന്നറിയോ? എന്തിനാണ് പുതപ്പിട്ട് മൂടുന്നതെന്ന് ചോദിച്ചില്ല. എന്താണ് നിങ്ങൾ പേടിച്ചത് എന്ന് ചോദിച്ചില്ല. എന്തിനാണ് നിങ്ങൾ വെറുതെ ഇങ്ങനെ കുന്നും മലയും കയറാൻ വേണ്ടി പോകുന്നത് എന്ന് ചോദിച്ചില്ല. മറിച്ചോ ഹത്താ ദഹബ അൻഹു റൗഅ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് ആ വന്ന സമയത്ത് ആ ആശങ്കയും ഭയവും ഒക്കെ പോയി
ഒരു സമാധാനത്തിന്റെ അവസ്ഥയിൽ എത്തിയപ്പോൾ ഖദീജ ബീവി ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോയിരുന്നത്? എന്തേ സംഭവിച്ചത്? എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് എന്താണ് പേടി? ഒക്കെ പ്രവാചകൻ പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞത്? ഖദീജ ബീവി കുളിര് പകരുകയാണ്. വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദ ഇന്നക ലതസിലുർ റഹിമ വതസ്തുഖുൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, താങ്കൾ കുടുംബബന്ധം ചാർത്തുന്നവനാണ്. വതഹ്മിലുൽ കല്ല, പ്രയാസപ്പെടുന്നവന്റെ ഭാരം വഹിക്കുന്നവനാണ്. അതിഥികളെ ആദരിക്കുന്നവനാണ്. പ്രയാസപ്പെടുന്നവർക്ക് താങ്ങും തണലുമാകുന്നവരാണ്. അള്ളാഹു ഒരിക്കലും താങ്കളെ കൈവടിയുകയില്ല എന്ന കുളിരിന്റെ ആശ്വാസത്തിന്റെ മറുപടി ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് പറയുകയാണ്. അതുകൊണ്ട് കുടുംബ ജീവിതത്തിൽ ഒരു പെണ്ണിന്റെ ഒന്നാമത്തെ അജണ്ട അത് ഭർത്താവാണ്. ചെടിയല്ല, കോഴിയല്ല, കോഴിമുട്ടയല്ല, മീനല്ല, മക്കളല്ല, മരുമക്കളല്ല. ഇതൊക്കെ അജണ്ടേ. 65 വയസ്സായ പുരുഷൻ, അയാൾക്ക് വീട്ടിൽ സമാധാനം കിട്ടുന്നില്ല. കാരണം എന്താ? മരോട് പഠിക്കാൻ പോകുന്നു, മകൻ ജോലിക്ക് പോകുന്നു, പേരക്കുട്ടികൾ 4 വീട്ടിലുണ്ട്. ആരോടുള്ള കടപ്പാടുകൾ അവസാനിക്കണേ? ഭർത്താവിനോടുള്ള അവസാനിച്ചു. പിന്നെ കോഴിയുണ്ട്, മീനുണ്ട്, ചെടിയുണ്ട്. ഇതൊന്നുമല്ല, ഇതൊക്കെ പിന്നെയാണ്. ആദ്യമാരോടാ? ആദ്യം ഭർത്താവിനോടുള്ള ബാധ്യതയും കടപ്പാടും നിർവഹിക്കുക എന്നതാണ്. അതുകൊണ്ട് വീട് കുളിരിന്റെ കേന്ദ്രമാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അലാ ഉഖ്ബിറുകും ബിനിസാഇകും ഫിൽ ജന്ന, സ്വർഗ്ഗ സ്ത്രീകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സ്വർഗത്തിലേക്ക് പോകുന്ന സ്ത്രീകളെ കുറിച്ച്, ഭാര്യമാരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഇദാ ഗളിബത്, ഒരു പക്ഷേ അവൾക്ക് ദേഷ്യം വരും. ഔ ഉസിഅ ഇലൈഹ, അല്ലെങ്കിൽ അവളോട് ഭർത്താവ് ദേഷ്യപ്പെടും. എന്ത് സംഭവിച്ചാലും രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് നടക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതെന്താ? ആരാണ് ആദ്യം ദേഷ്യപ്പെട്ടത് എന്നൊന്നും ചോദ്യമല്ല. കാരണം ഭർത്താക്കന്മാർക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, ജീവിതത്തിൽ കുറെ പ്രതിസന്ധികളുണ്ട്. ഈ കുടുംബത്തെ നോക്കണം. ദേഷ്യം എന്നൊന്നും പറഞ്ഞ പെട്ടെന്ന് നിങ്ങൾക്ക് കട്ടൻ ചായയാണോ പാൽ ചായയാണോ ചോദിച്ചതിന് ദേഷ്യം വരൂല. അതിന് വേറെ കുറെ കാരണങ്ങൾ നാട്ടിലുണ്ടാവും. അതിങ്ങനെ ഒരു പ്രത്യേകമായ ഹോർമോൺ ഉത്പാദിപ്പിച്ച് ഇങ്ങനെ നിറഞ്ഞു വരുമ്പോൾ ചോദ്യമായിരിക്കും, ചായ വേണ്ടിയത് കാപ്പിയോ വേണ്ടിയത്. പക്ഷെ ദേഷ്യം അവിടെ വരിക. കിടന്നുറങ്ങാൻ നേരത്തെ എന്ത് ചെയ്യണമെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു പെണ്ണ്, സ്വർഗം കിട്ടുന്ന പെണ്ണ്, ഹാദിഹി യദി ഫി യദി, കൈ ഇങ്ങനെ വെക്കും. എന്നിട്ട് പറയും, ലാ അക്തഹിലു ഫി ഗംദിൻ ഹത്താ തർലാ, നിങ്ങൾ എന്നോട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതുവരെ എന്റെ കണ്ണടക്കുകയില്ല എന്നല്ല, എന്റെ കൺപോളകളടക്കാൻ എന്നെ കൊണ്ട് കഴിയൂലട്ടോ, എന്റെ കാര്യമൊക്കെ നിങ്ങളിലാണ് കേട്ടോ, നിങ്ങൾ എന്നോട് മിണ്ടണം കേട്ടോ എന്ന് പറയുന്നവളാണ്. ദേഷ്യപ്പെട്ടതാരായിരിക്കാം? ഭർത്താവായിരിക്കാം. ഇത് മതം പറഞ്ഞതാ, റസൂല് പറഞ്ഞതാണ്, വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതാണ്. രണ്ടുപേരും കുടുംബജീവിതത്തിൽ ഹീറോ ആകാൻ ശ്രമിച്ചാൽ കുടുംബജീവിതം സീറോ ആയി മാറും. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് സൂചിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖൈറുൻ നിസാഇ, ഏറ്റവും നല്ല സ്ത്രീ ആരാൻ? അല്ലത്തി ഇദാ നളറത് ഇലൈഹാ സർറതുക, നീ അവളെ ഒന്ന് നോക്കിയാൽ മതി, അവൾ നിനക്ക് സന്തോഷം നൽകും. ഒന്ന് നോക്കിയാൽ മതി. ഇനി പെണ്ണുങ്ങളെ കൂടി കാണണല്ലോന്നല്ല, നീ അവളെ ഒന്ന് നോക്കിയാൽ തന്നെ അവൾ നിനക്ക് സന്തോഷം നൽകും. അതെങ്ങനെയാണ്? അത് വീടിനകത്ത് അതിന്റെ എല്ലാ കാര്യങ്ങളും ഒരു സ്ത്രീ കരുതണം. പുറത്തേക്ക് യാത്ര പോകുമ്പോൾ മാത്രമുള്ളതല്ല നല്ല വസ്ത്രം. നല്ല വസ്ത്രം വീട്ടിലണിയണം. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ പുരുഷനും സ്ത്രീക്കും വസ്ത്രം നല്ലതണിയുക, സൗന്ദര്യം ഉള്ളത് പരമാവധി വീടിനകത്തും പുറത്തേക്ക് ഇറങ്ങുന്നത് പോലെയുള്ളത് വീടിനകത്തും ഉണ്ടാകുക, വൃത്തിയുള്ളവരാകുക, സമീപനവും സ്വഭാവവും പെരുമാറ്റവും ഒരു പെണ്ണിനെ നോക്കിയാൽ ആ പെണ്ണ് സന്തോഷം നൽകും. വഇദാ അമർതഹ, നീ അവളോടൊരു കാര്യം കൽപ്പിച്ചാൽ അത്വാഅതുക, അവൾ നിന്നെ അനുസരിക്കും. വഇദാ ഇബ്ത അൻഹ, നീ അവളിൽ നിന്ന് അവളുടെ അടുത്ത് നീ ഇല്ലെങ്കിലും ഹഫിളതുക ഫീ മാലിക വനഫ്സിഹ, നിന്റെ സമ്പത്തും അവളുടെ ശരീരവും അവൾ സംരക്ഷിക്കുമെന്നാണ്. ഇതാണ് ഏറ്റവും നല്ല ഒരു സ്ത്രീയെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബം എന്നത് മക്കളോടുള്ള ബാധ്യതകൾ, ഭാര്യയോടുള്ള കടപ്പാടുകൾ, ഭർത്താവിനോടുള്ള ബാധ്യതകൾ, ഇത് കുടുംബ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ല, ഇത് ഇസ്ലാം ദീനിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ വീണ്ടും സൂചിപ്പിക്കാൻ, ഇസ്ലാം ദീൻ എന്നത് വെറും അനുഷ്ഠാനം മാത്രമല്ല, അതിന്റെ വേഷങ്ങളോ രൂപങ്ങളോ മാത്രമല്ല.
കുടുംബ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, ഭാര്യ-ഭർത്തൃ ജീവിതത്തിൽ ബാപ്പയും മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെയായി ജീവിക്കുമ്പോ വീട്ടിൽ, സമൂഹത്തിൽ സമാധാനവും സ്വസ്ഥതയും ശാന്തിയും നൽകാനും സ്വീകരിക്കാനും കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബ പശ്ചാത്തലം മാറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.